എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത്. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് +1-ന് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ +2 മാത്രമേ എഴുതുന്നുള്ളൂ, അതല്ലെങ്കിൽ +2-ൽ ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ +1 മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ എത്ര മാർക്ക് നേടണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ തന്നെ +2 സേ പരീക്ഷ മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്ന കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി മാർക്ക് മാത്രമാണോ ഈ ഒരു ഫസ്റ്റ് ഇയർ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 പരീക്ഷയിൽ ജയിക്കാനായിട്ട് വേണ്ട മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ മിനിമം മാർക്ക് വാങ്ങിക്കേണ്ടത് നിർബന്ധമാണ്. അതായത് എഴുത്തു പരീക്ഷയിൽ ഓരോ വർഷവും ആകെ മാർക്കിന്, അതായത് ആ ഒരു സബ്ജക്റ്റിൽ എഴുത്തു പരീക്ഷ എത്രയിലാണോ ആ ഒരു എഴുത്തു പരീക്ഷയുടെ മാർക്കിൻ്റെ 30% മാർക്ക് നിർബന്ധമായിട്ടും നേടേണ്ടത് നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് ഓരോ വർഷവുമായിട്ട് നേടാം, അതല്ലെങ്കിൽ +1-ലെയും +2-ലെയും ടോട്ടലായിട്ട് എഴുത്തു പരീക്ഷയിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു 2 വർഷത്തെ ആ ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ 30% ആയാൽ മതിയാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയിക്കും. അതായത് 30% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷത്തെ എഴുത്തു പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് 160-ലാണ് വരിക. അപ്പോൾ ഈ ഒരു 160-ൽ നിങ്ങൾക്ക് 48 മാർക്കെങ്കിലും മിനിമം കിട്ടിയാലാണ്, അതായത് എഴുത്തു പരീക്ഷയിൽ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ +2 പാസ്സാകുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 60 മാർക്കുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ കൂടിയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ എഴുത്ത് പരീക്ഷ ഒരു വർഷത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 60 മാർക്കാണ്. സെക്കൻഡ് ഇയറിലും ഇതേ രീതിയിൽ 60 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. അങ്ങനെ 2 വർഷം കൂട്ടുന്ന സമയത്ത് 120-ലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ടോട്ടൽ മാർക്ക് വരിക. അപ്പോൾ അങ്ങനെ 120-ൽ നിങ്ങൾക്ക് മിനിമം ഒരു 36 മാർക്കെങ്കിലും കിട്ടിയാലാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുക. അതായത് ഒരു വർഷം നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ 24 മാർക്കും, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 18 മാർക്കുമാണ് ഒരു വർഷം വേണ്ടത്. 2 വർഷം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 48 മാർക്കാണ് 80 മാർക്കിൻ്റെ ഒരു വർഷം വരുന്ന സബ്ജക്റ്റിൽ 2 ഇയറിലും കൂടിയിട്ട് വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്ക് വരുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ 2 വർഷത്തെ ആ ഒരു 18 കൂടി ടോട്ടൽ നിങ്ങൾക്ക് 36 മിനിമം കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ജയിക്കുകയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനി എത്ര മാർക്ക് ഈ ഒരു പരീക്ഷയിൽ, ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് +2 സേ പരീക്ഷയിൽ ഒരു നിശ്ചിത മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം +2 സേ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 30 മാർക്ക് നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ TE മാർക്ക് ഉണ്ട് എന്ന് കരുതുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2 സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ച TE മാർക്കിനോടൊപ്പം ഫസ്റ്റ് ഇയറിലെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു TE മാർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് +1-ന് എത്ര മാർക്കാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ +2 സേ പരീക്ഷ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 20 മാർക്കായിരുന്നു +1-ൽ ഫിസിക്സിന് ഉണ്ടായിരുന്നത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് +2 സേ റിസൾട്ട് വന്ന സമയത്ത് 30 മാർക്കാണ് കാണിക്കുന്നത്. TE മാർക്കിനത്തിൽ 30 മാർക്കാണ്. +2 പബ്ലിക് എക്സാം എഴുതിയ സമയത്ത് 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു +2 സേയുടെ റിസൾട്ട് വന്നപ്പോൾ 30 മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഫസ്റ്റ് ഇയറിൽ കിട്ടിയ 20 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 10 മാർക്കായിരിക്കും +2 സേയിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷത്തെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് 80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് 48 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ, അതായത് TE മാർക്കിനത്തിൽ വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് 36 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് എഴുതി നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് +2-ന് ശേഷം നിങ്ങൾ നീറ്റോ അല്ലെങ്കിൽ കീമോ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതായത് MBBS BDS ഇതുപോലുള്ള അഡ്മിഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂട്ടി വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ കീം, അതുപോലെ തന്നെ നീറ്റ് എന്നിവയിൽ നിങ്ങളുടെ പരിഗണിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇനി വരാനായിട്ട് പോകുന്ന, അതായത് മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുന്ന +2 പരീക്ഷകളുടേതാണ്. അപ്പോൾ +2 പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് അതായത്
കീം, അതുപോലെ തന്നെ നീറ്റ്, അതുപോലെ JEE ഇവയുടെയൊക്കെ ഈ ഒരു അഡ്മിഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് +1 എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി മാർക്ക് മാത്രമേ ഈ ഒരു +2 പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതുള്ളൂ, അതല്ലെങ്കിൽ ആ ഒരു +2 എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, +1 ഏതാണ് ഫെയിൽഡ് ആയിട്ടുള്ളത്, അപ്പോൾ എനിക്ക് +2 കിട്ടിയതിൻ്റെ ബാക്കി മാർക്ക് വാങ്ങിച്ചാൽ മതിയോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജയിക്കുക എന്നുള്ളത് മാത്രമാവരുത്. കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ജസ്റ്റ് പാസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജയിക്കാൻ സാധിക്കും എന്നുള്ളതിലുപരി പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീടുള്ള തുടർ പഠനങ്ങൾക്കോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അത് ഉപകാരപ്രദമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്കൊരു 24 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിലൊരു 18 മാർക്കെങ്കിലും മിനിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇയറിൽ ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾ +1 ഫെയിൽഡ് ആയിട്ടുണ്ടാകും, +1 സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടാകും, എന്നാൽ +2 ആ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ട് ജയിച്ചിട്ടുണ്ടാകും. ചില വിദ്യാർത്ഥികൾ +1 പാസ്സായിട്ടുണ്ടാകും, എന്നാൽ +2 സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു റെഗുലർ വിഭാഗങ്ങൾ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എന്നിങ്ങനെയുള്ള വിവിധ പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒരു 24 മാർക്ക് എന്നുള്ള ജയിക്കാനുള്ള മാർക്ക് മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒരു 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു 60 മാർക്കെങ്കിലും നേടാൻ ശ്രദ്ധിക്കുക. 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിലൊരു മിനിമം ഒരു 50 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്കോർ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റും സെയിം ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ +1 ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയം രാവിലെ 9 മണി മുതൽ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 ഇംഗ്ലീഷ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ രാവിലെ പോയിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് പരീക്ഷയുള്ളത് ആ ഒരു ദിവസം പോയിട്ട് എക്സാമിനേഷൻ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് മാർക്ക് എന്ന് പറയുന്നത് 80-ൽ ഒരു വർഷം 24 മാർക്ക്, 2 വർഷം ഈ ഒരു 48 മാർക്ക്, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് 18 മാർക്കാണ്. അതുപോലെ 2 വർഷത്തെ കൂട്ടുന്ന സമയത്ത് 36 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു എക്സാമിന് എത്രത്തോളം മാർക്ക് കിട്ടി അതിൻ്റെ ബാക്കി വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി കൂടുതൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പരീക്ഷയ്ക്ക് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ നന്നായിട്ട് പോയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.